കുന്നത്ത് മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം വെല്ലുവിളിയാകില്ലെന്ന് മങ്കട മണ്ഡലം UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി. മുസ്ലിം ലീഗിൽ നിന്ന് പോയ ആൾ ലീഗിനെതിരെ മത്സരിക്കുമ്പോൾ ലീഗുകാർ ഡബിൾ സ്ട്രോങ് ആകും. വിജയസാധ്യത മുൻനിർത്തിയാണ് പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നും മണ്ഡലം കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും മഞ്ഞളാംകുഴി അലി 24 പറഞ്ഞു. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? വികസന നായകൻ വീണ്ടും എന്നൊക്കെയാണ് പ്രചരണ ബോർഡുകളിലൊക്കെ. അല്ല, മങ്കട മണ്ഡലത്തിൽ കുറേയധികം വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. 528 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. അത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA ആണ്. എന്നിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടൊക്കെ ചോദിച്ച് വാങ്ങി ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ജനങ്ങൾക്കൊക്കെ വളരെ താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. വീണ്ടും ഒരു സംശയമില്ല, അവരൊക്കെ വിജയിപ്പിക്കാൻ ആവശ്യമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്ന് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഭൂരിപക്ഷം വർദ്ധിക്കുമോ? ഒരു സംശയമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷം വർദ്ധിക്കും. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ എല്ലാ സ്ഥലത്തും 110ഓളം മണ്ഡലങ്ങളിൽ UDF വിജയിച്ചു വരുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കളുടെ സഹപ്രവർത്തകനായ ആളായിരുന്നു. താങ്കളോടുള്ള ഒരു വിരോധത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹം പുറത്തു പോകുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം നൽകുന്നു, അദ്ദേഹത്തെ ഇടതുമുന്നണി പിന്തുണയ്ക്കുന്നു. എന്തായിരുന്നു പ്രശ്നം? അത് പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നില്ലേ? അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു സ്നേഹിതനാണ്. ഇപ്പോഴും ഞാനും അദ്ദേഹം യാതൊരു തരത്തിലുള്ള തകരാറുകളൊന്നുമില്ല. പക്ഷേ പിന്നെ എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. മണ്ഡലം കമ്മിറ്റിക്ക് പിന്തുണയില്ലാതെയാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പറഞ്ഞു. മണ്ഡല കമ്മിറ്റി അതിനുശേഷം വളരെ കൃത്യമായിട്ടൊരു പത്രസമ്മേളനം നടത്തി. ഒരു ആൾ പോലും എനിക്കെതിരെ ഒരു അഭിപ്രായം തന്നെ ചോദിച്ചിട്ടില്ല. പല ആൾക്കാരും മാറുന്നുണ്ട്, അപ്പോൾ ഞാനും മാറുന്നുള്ള രീതിയിലേക്കായിരുന്നു. പക്ഷേ വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വീണ്ടും എന്നോട് മത്സരിക്കാൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വെല്ലുവിളിയാവും എന്തെങ്കിലും, പ്രത്യേകിച്ച് ലീഗിൽ നിന്ന് പോകുന്ന ആളെന്നുള്ളത് കൊണ്ട്? ലീഗിൽ നിന്ന് പോകുന്ന ഒരാൾ ലീഗിനെതിരെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ലീഗുകാരെല്ലാം വളരെ ആത്മാർത്ഥമായി ഡബിൾ സ്ട്രോങ്ങോടുകൂടി പ്രവർത്തിക്കും. എന്തായാലും വിജയാശംസകൾ. വെരി മച്ച്. അദ്ദേഹം എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാട്ടിലും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച നിയമസഭയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.